വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയത് മാർപ്പാപ്പയുടെ ഈസ്റ്റർ സന്ദേശമാണ്. മനോഹരമായൊരു സന്ദേശമാണ് മാർപ്പാപ്പ നൽകുന്നത്. സ്ത്രീകൾ കബറടത്തെങ്കിൽ ചെന്നപ്പോൾ തുറക്കപ്പെട്ട കബറിടമാണ് അവർ കണ്ടത്. മാലാഖമാർ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്: നിങ്ങൾ എന്തുകൊണ്ട് ഉയർത്തവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? നിങ്ങൾ ഗലീലിലേക്ക് പോകുവിൻ, ശിഷ്യന്മാരോട് ഇക്കാര്യം അറിയിക്കുക, അവൻ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന സന്ദേശമാണ്. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ആരംഭസ്ഥാനത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു പുതുജീവൻ ജീവിക്കാനുള്ള ശക്തി നൽകുകയായിരുന്നു അതുവഴി കർത്താവ് ചെയ്തത് എന്ന സന്ദേശമാണ് മാർപ്പാപ്പ പറയുന്നത്. ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാൻ ഇങ്ങനെയൊരു ആഹ്വാനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസൂസിലെ സഭയ്ക്ക് യോഹന്നാൻ എഴുതുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ നൽകുന്ന സന്ദേശം ഇതാണ്: അവർ വളരെയധികം സഹനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ക്ഷമാപൂർവം പിടിച്ചു നിൽക്കുന്നുണ്ട്, എങ്കിലും വലിയ ഒരു കുറവ് എഫേസൂസിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നതായി വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്ന് നാം വായിക്കുന്നു. 2-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. 4 മുതലുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. നമുക്ക് മാർപ്പാപ്പയുടെ സന്ദേശത്തിലേക്ക് തിരിച്ചു വരാം. സ്നേഹമുള്ളവരെ, ഉത്ഥിതനായ കർത്താവ് സ്ത്രീകൾ വഴി നൽകുന്ന സന്ദേശം സ്ലീഹന്മാരെ അറിയിക്കുന്ന വലിയ കാര്യം നമ്മൾ കേൾക്കുകയായിരുന്നു. അവർ ഗലീലിലേക്ക് മടങ്ങണം. മാർപ്പാപ്പ ഈ ഉയർപ്പ് ഞായറാഴ്ച നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, നമ്മളെല്ലാവരും ഗലീലിലേക്ക്, നമ്മുടെ ഗലീലി ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനമാണ്. സ്ലീഹന്മാരെ സംബന്ധിച്ചിടത്തോളം ഗലീലിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന്, മട്ടുപ്പാവിലെ വലയം ഭേദിച്ച് വിജാതീയരുടെ നാടായ ഗലീലിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നാണ്. ഒളിച്ചും പേടിച്ചും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയ ദൗത്യം നിർവഹിക്കാനായി മുന്നോട്ട് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാവി കരുപ്പിടിപ്പിക്കുക, നിരാശനാകാതെ ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഒരർത്ഥം. 2-ാമത്തെ ഒരർത്ഥം, ഗലീലിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു പോവുക എന്നതാണ്. ഗലീലിലാണല്ലോ അവർ തങ്ങൾ ഈശോയെ അനുഗമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്, ഈശോയെ കണ്ടുമുട്ടിയത്, തന്നെ പിഞ്ചെല്ലാൻ വിളിച്ചത്, മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞത്. അവർ എല്ലാം ആ വലിയ കണ്ടുമുട്ടലും അനുഭവവും സ്നേഹവും പ്രവർത്തനവും എല്ലാം നടന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയി വീണ്ടും തുടങ്ങാനുള്ള ആഹ്വാനമാണ് കർത്താവ് സ്ലീഹന്മാർക്ക്, ശിഷ്യന്മാർക്ക് നൽകുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, കർത്താവിൻ്റെ പെസഹ, കർത്താവിൻ്റെ ഉയിർപ്പ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഇതാണ്: നമ്മുടെ പരാജയബോധം പിന്നിൽ ഉപേക്ഷിക്കുക, പ്രത്യാശ നശിപ്പിക്കുന്ന കല്ലറകളുടെ കല്ലുകൾ ഉരുട്ടി മാറ്റി മുന്നേറുക, ഭാവിയെ പ്രത്യാശയോടെ നോക്കുക. നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്ന വലിയ കാര്യമാണിത്. ഭാവിയെ നിരാശരായി നമ്മൾ താഴേക്ക് പോകാതെ മുന്നോട്ട് നോക്കുക എന്നതാണ്. അതിൻ്റെ കാരണം കർത്താവ് ഉയർത്തു, മരണത്തെ അതിജീവിച്ച് അവൻ ഉത്ഥാനം ചെയ്തു. അവൻ ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റി.
അതുകൊണ്ട് കർത്താവ് നമ്മെ കഴിഞ്ഞ കാലത്തിൻ്റെ കൃപയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് കണ്ടെത്താനാണ് ഉത്ഥാനം നമ്മോട് പറയുന്നത്. ഉയർപ്പ് നമ്മെ നയിക്കേണ്ടത് ഈശോയുമായുള്ള നമ്മുടെ ആ സ്നേഹഗാഥ ആരംഭിച്ച, ആദ്യമായി നാം അവിടുത്തെ വിളി കേട്ട ഗലീലിലേക്ക് കടക്കാനാണ് ക്ഷണിക്കുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നാം കർത്താവിനെ കണ്ടുമുട്ടിയ, അവിടുത്തെ സ്നേഹം അനുഭവിച്ച, നമ്മെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും ജീവൻ്റെ രഹസ്യത്തെ തന്നെയും കൂടുതൽ പ്രകാശിതമായി കണ്ടു തുടങ്ങിയ ആ നിമിഷം, ആ സാഹചര്യം പുനർജീവിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട, ഈസ്റ്ററിൽ പെസഹായിൽ ചെയ്യേണ്ട കാര്യമാണിത്. വീണ്ടും ജനിക്കുന്നതിനും ഉയരുന്നതിനും പുതുതായി തുടങ്ങുന്നതിനും നാം ഗലീലയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതാണ് ഈ ഉത്ഥാനത്തിൻ്റെ മഹത്തായ സന്ദേശം. അതിൻ്റെ അർത്ഥം എന്താണ്? അമൂർത്തമായ ഒരു ഈശോയെ പറ്റിയുള്ളൊരു അമൂർത്ത ചിന്തയിലല്ല ഉള്ള ഈശോയിലേക്കോ നമ്മുടെ സങ്കല്പത്തിലിരിക്കുന്ന ഈശോയിലേക്കോ മടങ്ങുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ജീവിക്കുന്ന, യഥാർത്ഥത്തിൽ തൊട്ടറിഞ്ഞ അവിടുത്തെ ആദ്യ ഓർമ്മയിലേക്ക് മടങ്ങുക എന്നതാണ് നാമെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ആദ്യ ഓർമ്മയിലേക്ക് തിരിച്ചു പോവുക. അതിൻ്റെ അർത്ഥം എന്താണ്? മുന്നോട്ട് പോകുന്നതിന് നാം പിന്നോട്ട് പോകണം. ചില മൃഗങ്ങൾ, ഞാൻ വായിച്ചിട്ടുണ്ട്, പുലിയൊക്കെ ആണെന്ന് തോന്നുന്നു, ഇരയെ പിടിക്കാനായിട്ട് പുറകോട്ടൊന്ന് മാറിയിട്ടാണ് കുതിച്ച് ചാടുന്നത്. അതുകൊണ്ട് തന്നെ നാം പുറകോട്ടൊന്ന് പോകാനുള്ള അവസരമാണ് മുന്നോട്ട് പോകുന്നതിന്, കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിന്, പ്രത്യാശ ഉണ്ടാകുന്നതിന് നാം നമ്മുടെ ഓർമ്മയെ, ആ പഴയ നല്ല ഓർമ്മയെ പുനർജീവിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്നിച്ച് പോകുക, അത് ഓർമ്മ പുതുക്കുക, മുന്നോട്ട് പോകുക. ദൈവവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടലിൻ്റെ ആദ്യ സ്നേഹത്തിൻ്റെ അത് സൃഷ്ടിച്ച അത്ഭുതവും അതിശയവും ആനന്ദവും പുനരാർജിക്കാൻ കഴിഞ്ഞാൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുമെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് അനുഭവിക്കുക എന്നതാണ്. ഓരോ ഈസ്റ്ററും നമ്മളെ വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ, പരാജയപ്പെട്ടു പോയ കാര്യങ്ങളെ തിരുത്തി ആദ്യ ചൈതന്യത്തിലേക്ക്, സ്പിരിറ്റിലേക്ക് പോവുകയാണ്. സഭയിലാകട്ടെ വ്യക്തിപരമാകട്ടെ നടക്കുന്ന എല്ലാ നവീകരണത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മോട് ആവശ്യപ്പെട്ടൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെയാണ് ഇന്ന് സഭയ്ക്ക് നവീകരണം വരുത്താൻ സാധിക്കുന്നത് എന്ന് സഭാപിതാക്കന്മാർ കണ്ടുമുട്ടി. 23 യോഹന്നാൻ മാർപ്പാപ്പ അന്ന് ലോകത്തോട് മുഴുവൻ പറയുകയും ചെയ്തു. അപ്പം നമുക്ക് മുന്നേറാനുള്ള അടിസ്ഥാനപരമായ കാര്യമാണിത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മുടെ ആദ്യ സ്നേഹം ഓർമ്മിക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ തയ്യാറാവുക എന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു ഗലീലിയുണ്ട്. കർത്താവ് ശ്ലീഹന്മാരോട് പറഞ്ഞ അവരുടെ ഗലീലി, അവർ ഈശോയെ കണ്ടുമുട്ടിയ ആ ഉത്ഭവസ്ഥാനത്തേക്ക് പോകാൻ ഇന്ന് നമ്മോട് പറയുന്നത് നാം ഈശോയെ കണ്ടുമുട്ടിയത്. അത് ആദ്യ കുർബാന സ്വീകരിച്ചപ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും ആ അനുഭവവും. അങ്ങോട്ട് നടക്കുക. കാരണം അവിടെയാണ് നാം ഈശോയെ വ്യക്തിപരമായി അറിഞ്ഞത്. അവിടെ നമുക്കറിയാം, ഈശോ കഴിഞ്ഞ കാലത്ത് വെറും ഒരു വ്യക്തി മാത്രമല്ല, അവൻ എനിക്ക് വ്യക്തിപരമായി വലിയവനായത്, എനിക്ക് പ്രിയപ്പെട്ടവനായത്, എനിക്ക് രക്ഷകനായത്, എൻ്റെ നാഥനായത്. അത് ആ ഒരു നിമിഷമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ക്രിസ്ത്യാനികളാണെങ്കിൽ അതുണ്ടായിട്ടുണ്ട്. അവൻ അങ്ങ് ദൂരെയുള്ള ഒരു ദൈവമല്ല,
വിദൂരസ്ഥനായിരിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ സമീപത്തുള്ള ദൈവമാണ് ഈശോ. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ഉയർപ്പ് നമുക്ക് തരുന്ന അതാണ്. അവൻ ജീവിക്കുന്നു, എന്നിൽ ജീവിക്കുന്നു, നിത്യം ജീവിക്കുന്നു എന്നതാണ്. മറ്റാരെയുംക്കാൾ എന്നെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് അവിടുന്ന്. അങ്ങനെയുള്ളൊരു ദൈവമാണ് അവിടുന്ന്. അതുകൊണ്ട് മാർപ്പാപ്പ വ്യക്തിപരമായി ഓരോരുത്തരെയും അവിടെ കേട്ടിരുന്ന എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹോദര സഹോദരി, നീ നിൻ്റെ ഗലീലി ഓർത്തെടുക്കുക, ഓർമ്മിച്ചെടുക്കുക, നിൻ്റെ വിളി ഓർമ്മിപ്പിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളികൾ ചിലപ്പം കുടുംബജീവിതത്തിലേക്കായിരിക്കും, സന്യാസത്തിലേക്കായിരിക്കും, പൗരോഹിത്യത്തിലേക്കായിരിക്കും. ദൈവം ഏകസ്ഥനായി ലോകത്ത് ജീവിച്ച് കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിരിക്കും നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിളി നാം ഓർമ്മിക്കേണ്ട ദിവസമാണിത്. ദൈവപുത്രൻ, ദൈവവചനം നിന്നോട് നേരിട്ട് സംസാരിച്ച ആ നിമിഷം, ആ കൃത്യനിമിഷം ഓർമ്മിക്കാനാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ അനുഭവം ഓർക്കുക. നമുക്ക് ഒരു ധ്യാനം കൂടിയപ്പോഴായിരിക്കും കർത്താവിനെ കണ്ടുമുട്ടിയത്. നവീകരണ ധ്യാനങ്ങളിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ എത്ര പേരുണ്ട്? അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും താഴേക്ക് പോയവരില്ലേ? ആദ്യ കുർബാനയിലൂടെയും വിശ്വാസ പരിശീലനത്തിലൂടെയൊക്കെ കർത്താവിനെ അനുഭവിച്ചവർ വീണ്ടും പല സാഹചര്യങ്ങളാൽ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളാൽ, അവരുടെ ബുദ്ധിമുട്ടുകളാൽ, പരാജയങ്ങളാൽ അവരെ പ്രതീക്ഷിച്ചതുപോലെ വരാതെ പോയപ്പോഴൊക്കെ കർത്താവിനെ വിട്ടുപോയ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കണ്ടുമുട്ടിയ ആ നിമിഷം വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരികയും ജീവിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കുമ്പസാരമാണ് തൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തിയത്. 18 വയസ്സുള്ളപ്പോൾ നല്ല കുമ്പസാരത്തിലൂടെ തിരിച്ചു വന്ന ആളുകൾ, കർത്താവിനെ കണ്ടുമുട്ടിയ ആളുകളില്ലേ? കുദാശകളിലൂടെ നമ്മളിന്ന് കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. കുർബാനയിലെ സജീവമായ ഒരു പങ്കാളിത്തമായിരിക്കും നമ്മളെ നവീകരിച്ചത്, കർത്താവിനെ കണ്ടുമുട്ടിയത്. കുമ്പസാരത്തിലൂടെ ക്ഷമയുടെ വലിയ അനുഭവം നമ്മൾ അനുഭവിച്ചവരില്ലേ? തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയവരില്ലേ? അന്നൊക്കെ കിട്ടിയ മറക്കാനാവാത്ത സന്തോഷം പുനർജീവിക്കാൻ, അതാണ് നമ്മുടെ ഗലീലി. അങ്ങോട്ട് പോകാൻ കർത്താവ് നമ്മളെ ഉത്ഥാനത്തിൽ ക്ഷണിക്കുകയാണ്. നിങ്ങളിൽ ജ്വലിപ്പിക്കപ്പെട്ട പ്രകാശത്തെയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റവും ഓർക്കാൻ മാർപ്പാപ്പ നമ്മെ ക്ഷണിക്കുകയാണ്. ഒരു കണ്ടുമുട്ടലായിരിക്കും, ഒരു സുഹൃത്തായിരിക്കും നമ്മളെ അങ്ങോട്ട് നയിച്ചത്. നാം നടത്തിയ ഒരു തീർത്ഥാടനത്തിലായിരിക്കും നമ്മൾ കർത്താവിനെ വീണ്ടും കണ്ടുമുട്ടിയത്. വളരെ സജീവമായി, വ്യക്തിപരമായി, വൈയക്തികമായി കണ്ടുമുട്ടിയത്. അതെല്ലാം ഓർക്കാൻ നമുക്ക് ഈ ഈസ്റ്റർ, കർത്താവിൻ്റെ ഉത്ഥാനം നമുക്ക് പ്രചോദനമാകണം. മാർപ്പാപ്പ പറയുകയാണ്, നമുക്കെല്ലാം അറിയാം എവിടെയാണ് നമ്മുടെ ഈ ഗലീലി. നമുക്കറിയാം നമ്മളെവിടെയാണ് കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുകയും സന്തോഷിക്കുകയും ആനന്ദ നിർഭരരായി തീരുകയും ചെയ്തത് എന്ന്. നമ്മുടെ ആന്തരിക ഉത്ഥാനം നടന്ന ആ തുടക്കമുണ്ടല്ലോ, ആ തുടക്കം, അതിന് അടിത്തറ പാകപ്പെട്ട ആ സ്ഥലമുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. വലിയ മാറ്റം വീണ്ടും ജീവിക്കാനും നമ്മളിൽ വലിയ മാറ്റം വരുത്തിയ ആ സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്ഥലത്ത്, ആ ഇടത്ത് ഒരു കഴിഞ്ഞകാല സംഭവമായി നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഉത്ഥിതനായ ഈശോ നമ്മോട് ഇന്ന് പറയുന്നത് അങ്ങോട്ട് മടങ്ങാനാണ്. മാർപ്പാപ്പ ഈ സന്ദേശമാണ് ശക്തമായി നമുക്ക് നൽകുന്നത്. അത് സുവിശേഷമാണ്. സുവിശേഷത്തിൽ ഉത്ഥിതൻ ആദ്യം പറഞ്ഞ വാക്കുകളാണിത്. അങ്ങനെ ഈസ്റ്റർ ആഘോഷിക്കാനാണ്. നമ്മുടെ ഈസ്റ്റർ ആഘോഷിക്കണം. തകർന്ന ബന്ധങ്ങളുള്ള വിവാഹിതരില്ലേ? ദാമ്പത്യം തകർന്നു പോയവർ എന്തൊരു പ്രത്യാശയോടെയും സ്നേഹത്തോടെയാണ് അവർ ആരംഭിച്ചത്. ആ ബന്ധത്തെ നേരെ കൊണ്ടുവരാൻ, ആ ആരംഭത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. ആ അനുഭവങ്ങളിലേക്കും ആ സ്നേഹത്തിലേക്കും തിരിച്ചു പോകാനാണ് നമുക്ക് സാധിക്കേണ്ടത്.
അങ്ങനെ ആ ബന്ധങ്ങൾ ഉയർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈസ്റ്റർ ആഘോഷം അതുകൊണ്ട് തിരിച്ചു പോകലിലാണ് നിൽക്കുന്നത്. പഴയ ഓർമ്മകൾ ജീവിക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്ന നല്ല ഓർമ്മകൾ, വൈയക്തിക ബന്ധങ്ങൾ. ആദ്യത്തെ സ്നേഹത്തിലേക്ക് മടങ്ങുക. എഫേസുസുകാരോട് പറഞ്ഞതുപോലെ കുറേയൊക്കെ ഒരു റൊട്ടീൻ യാന്ത്രികമായി അങ്ങ് കടന്നുപോയി, ഒരു ചടങ്ങ് പോലെ കടന്നു പോകാതെ അതിനെ പുനരുദ്ധരിച്ച് നിർത്താനാണ് ആവശ്യപ്പെടുന്നത്. കർത്താവിനെ കണ്ടുമുട്ടിയ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അതെങ്ങനെയെന്ന് ആലോചിച്ചെടുക്കണം നമ്മൾ. ഈ ഉത്ഥാന ദിവസം അതിൻ്റെ പശ്ചാത്തലം, ആ സമയം, എപ്പോഴാണ് കർത്താവിനെ കണ്ടുമുട്ടിയത്, വികാരങ്ങൾ, അനുഭവങ്ങൾ, അവിടെയുള്ള നിറങ്ങളെല്ലാം, എന്തെല്ലാം നിറങ്ങൾ, രുചികൾ, അനുഭവം, സ്വാദ് എല്ലാം പുനഃസൃഷ്ടിക്കാൻ കഴിയുകയും അത് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം പരിവർത്തിതമാകും. നമ്മൾ അതിജീവിക്കും. ഏത് പ്രയാസത്തെയും തിന്മയെയും അതിജീവിക്കും. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അതിജീവിക്കും. അതാണ് ഉണ്ടാകേണ്ടത്. മാർപ്പാപ്പ പറയുന്നു, ആദ്യ സ്നേഹം മറന്നു പോയപ്പോഴാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പൊടികൾ നിറഞ്ഞത്. അങ്ങനെയാണ് ഹൃദയത്തിൽ സങ്കടം നിറഞ്ഞത്, നിരാശ നിറഞ്ഞത്. ശിഷ്യന്മാരെ പോലെ വലിയ കല്ലുകൊണ്ട് മുദ്ര വയ്ക്കപ്പെട്ട ആ കല്ലറ പോലെ ഭാവി ശൂന്യമായി തീർന്നത് എപ്പോഴാണ്? ആദ്യ സ്നേഹമൊക്കെ മറന്നുപോയപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കാനുള്ള ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ ഉത്ഥാനത്തിൻ്റെ സമയം, ഉയർപ്പിൻ്റെ സമയം. നമ്മൾ ഉയർപ്പ് കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഉയർപ്പ് നമ്മളെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ ഈ വലിയ ഉപദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്, തിരിച്ചു പോകാൻ നമ്മോട് പറയുകയാണ്. മാർപ്പാപ്പ പറയുന്നു, സഹോദര സഹോദരി, നിരാശയുടെയും പ്രത്യാശയില്ലായ്മയുടെയും ഓരോ കല്ലും ഉരുട്ടി മാറ്റാൻ ഈസ്റ്റർ ഇന്ന് നമ്മോട് പറയുകയാണ്. പാപത്തിന് നമ്മൾ അടിമപ്പെട്ടവരാണെങ്കിൽ പാപത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റണം. ഭീതിയുടെയും കല്ലുകൾ, അപ്പസ്തോലന്മാരെല്ലാം ഭയചകിതരായിരുന്നു, ഭീതിതരായിരുന്നു. അത് നമുക്ക് ഉരുട്ടി മാറ്റണം. അത് കർത്താവ് സഹായിക്കും, കർത്താവ് മാറ്റും. കർത്താവിൻ്റെ പക്കലേക്ക് നാം ചെന്നാൽ കർത്താവ്, മാർപ്പാപ്പ പറയുകയാണ്, അവൻ അതിവിദഗ്ധനാണ് പാപത്തിൻ്റെയും ഭീതിയുടെയും കല്ലുകൾ ഉരുട്ടി മാറ്റാൻ. പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് അവിടുന്ന് കരുണയോടെ. ഏതു പാപവും നമുക്കറിയാമല്ലോ. ഭയപ്പെടേണ്ട എന്നതാണ് അവിടുത്തെ മഹത്തായ സന്ദേശം. ഇത് രണ്ടും അവിടുന്ന് മാറ്റിത്തരും. നിങ്ങളുടെ പുണ്യസ്മരണകളെ, നല്ല സ്മരണകളെ, സ്നേഹസ്മരണകളെ, നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകളെ പ്രകാശിപ്പിക്കാനും അങ്ങനെ അവിടുന്നുമായുള്ള നിങ്ങളുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ, വീണ്ടും വീണ്ടും മാർപ്പാപ്പ ഈ സന്ദേശം ഊന്നൽ കൊടുത്ത് നമ്മോട് പറയുകയാണ്, കണ്ടുമുട്ടൽ വീണ്ടും ജീവിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നോയമ്പുകാലം 50 ദിവസം നമ്മുടെ പാപങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും മനസ്തപിക്കുകയും പുതിയ ജീവൻ തുടങ്ങുകയും ചെയ്യുകയാണല്ലോ. ആ തരത്തിലൊരു ഗൗരവം നമ്മൾ ഒരു ഗൗരവത്തോടെയാണോ നാം നമ്മുടെ നോയമ്പിനെ കണ്ടത് എന്ന് ചിന്തിക്കണം. നമ്മുടെ ദുശീലങ്ങൾ, ആസക്തികൾ, തിന്മകൾ, താളം തെറ്റലുകൾ എന്തുമാത്രം മാറ്റാൻ എനിക്ക് ഈ കൊല്ലത്തെ നോയമ്പും നോയമ്പിൻ്റെ സമാപ്തിയിൽ നടന്ന ഈസ്റ്ററും സഹായിച്ചുവെന്ന് ചിന്തിക്കണം. പല ആളുകളും ചില പ്രവൃത്തികൾ ഒഴിവാക്കാറുണ്ട് ഈ നോയമ്പ് കാലത്ത്. മദ്യപാനം ഒഴിവാക്കുന്നവരുണ്ട്. പള്ളിയിൽ പോകാതിരുന്നവരെല്ലാം പള്ളിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് ഞായറാഴ്ചകളിൽ. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി തുടർന്നു പോകാനും ജീവിതത്തിൽ വലിയ സന്തോഷം അനുഭവിക്കാനും ഇടയായിട്ടുണ്ടോ? വഴക്കുകൾ ഇല്ലാതാക്കിയോ? അനുരഞ്ജനപ്പെട്ടോ? ഈ കാര്യങ്ങൾ ക്രിസ്തീയ വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. എന്തുമാത്രം സഹായിച്ചു എന്ന് ചിന്തിക്കണം. അതിനാൽ മാർപ്പാപ്പയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഓർമ്മിക്കുക നല്ല കാലം, ആ പുണ്യകാലം, ആ സന്തോഷത്തിൻ്റെ കാലം, എന്നിട്ട് മുന്നോട്ട് പോവുക. അതിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം.
അതുകൊണ്ട് അവിടുന്നിലേക്ക് മടങ്ങുക, ആദ്യ സ്ഥാനത്തേക്ക് മടങ്ങുക. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ നിങ്ങളിലുള്ള കൃപ, ഈ കൃപയെ അവിടുന്ന് വർഷിക്കുകയാണ്. ആ ശക്തി വീണ്ടും കണ്ടെത്താൻ നമുക്ക് ഇടയായോ എന്ന് ചിന്തിക്കാം. ഗലീലിയിലേക്ക് മടങ്ങുക, നമ്മുടെ ഗലീലിയിലേക്ക് മടങ്ങുക. പൊതുവിൽ ഗലീലി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗലീലിയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ആ വിശ്വാസ ജീവിതത്തിൻ്റെ നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ആ ഓർമ്മകളിലേക്ക് മടങ്ങി അതിനെ പുനർജീവിക്കാൻ ഇടയാകണം. വീണ്ടും മാർപ്പാപ്പ പറയുകയാണ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഈശോയെ ഗലീലിലേക്ക് അനുഗമിക്കാം. ഈശോ അങ്ങോട്ട് പോയി, അവിടെ നമ്മളെ സ്വീകരിക്കാനും നവീകരിക്കാനും തയ്യാറായി നിൽക്കുകയാണ്. അവിടെ നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന അവനെ നമുക്ക് കണ്ടുമുട്ടണം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. അവൻ ജീവിക്കുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞ് അവനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവായി ഏറ്റുപറയണം. ആ നിമിഷത്തിൻ്റെ മനോഹാരിതയാണ് നാം ലോകത്തിന് നൽകേണ്ടത് ഉത്ഥാന ദിവസം. അതുകൊണ്ട് വീണ്ടും മാർപ്പാപ്പ പറയുകയാണ്, നമുക്ക് ഗലീലിലേക്ക് മടങ്ങാം, നമ്മുടെ ആദ്യ സ്നേഹത്തിൻ്റെ ഗലീലിലേക്ക് മടങ്ങാം. നാം കർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയ ഇടത്തിലേക്ക് മടങ്ങാം. നമുക്ക് പുതിയ ജീവനിലേക്ക് അങ്ങനെ ഉയരാം. ഈസ്റ്ററിൻ്റെ മഹത്തായ ഒരു സന്ദേശമാണ്, കർത്താവ് തന്നെ നൽകിയ സന്ദേശം മാർപ്പാപ്പ ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അവതരിപ്പിക്കുകയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് പുതിയ മനുഷ്യരാകാൻ, ഉത്ഥാനത്തിൻ്റെ മനുഷ്യരാകാൻ, സന്തോഷത്തിൻ്റെ മനുഷ്യരാകാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ. ഈസ്റ്റർ കഴിഞ്ഞിട്ട് അധികം നാളുകളായില്ല, ഉയർപ്പിൻ്റെ കാലമാണ്, സന്തോഷത്തിൻ്റെ കാലമാണ്. നമുക്ക് മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.